ടിപ്പു സുൽത്താൻ മുസ്ലിം മതഭ്രാന്തനല്ലേ? ഒരുപാട് അമ്പലങ്ങൾ നശിപ്പിച്ചവനല്ലേ? ഹിന്ദുക്കളെ ദ്രോഹിച്ചവനല്ലേ? ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അപകടപ്പെടുത്തിയവനല്ലേ? അമ്പലങ്ങളുടെ തകർച്ചയ്ക്കും ഹിന്ദുക്കളുടെ തകർച്ചയ്ക്കും ടിപ്പു സുൽത്താൻ കാരണമായില്ലേ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ നാട്ടിൽ പലരുടെയും മനസ്സിലുണ്ട്. പല തീവ്ര വലതുപക്ഷക്കാരും ടിപ്പു സുൽത്താനെ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. ടിപ്പുവിന്റെ സത്യം എന്താണ്? അതാണ് നമ്മൾ ഇതിൽ പരിശോധിക്കുന്നത്. നമസ്കാരം. ടിപ്പു സുൽത്താനെ കുറിച്ച് രാഹുൽ ഈശ്വർ പറയുന്നതിനേക്കാൾ ടിപ്പു സുൽത്താനെ കുറിച്ച് ബാക്കി ആരും, ഗാന്ധിയനായ രാഹുൽ ഈശ്വറോ മതേതരവാദികളോ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ഒക്കെ പറയുന്നതിനേക്കാൾ ടിപ്പു സുൽത്താനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം RSSന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വലായ KR മൽക്കാനി എഴുതിയ പുസ്തകമാണ്. KR മൽക്കാനി എഴുതിയ ഇന്ത്യ ഫസ്റ്റ് എന്ന പുസ്തകമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഈ പുസ്തകത്തിന് ഫോർവേഡ് എഴുതിയിരിക്കുന്നത് സാക്ഷാൽ LK അദ്വാനിയാണ്. ഇന്ത്യയുടെ ലോഹപുരുഷായിരുന്ന, ഉപപ്രധാനമന്ത്രിയായിരുന്ന, BJPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ശ്രീ LK അദ്വാനി എഴുതിയ പുസ്തകത്തിൽ ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള സത്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓരോ വരിയായി വായിക്കാം. ഓർക്കുക, പറയുന്നത് മതേതരവാദികളല്ല, മതസൗഹാർദ്ദവാദികളല്ല, ഗാന്ധിയന്മാരല്ല, സെൻട്രിസ്റ്റുകളല്ല, ബാലൻസ് വാദികളല്ല, പകരം RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ കേവൽ റാം രത്തൻലാൽ മൽക്കാനി. മൽക്കാനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൽക്കാനി പാഞ്ചജന്യയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു, ഓർഗനൈസറിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു. അങ്ങനെ RSSന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും തലപ്പത്തിരുന്ന വ്യക്തിയാണ്. BJPയുടെ സ്ഥാപക നേതാക്കളും BJPയുടെ വൈസ് പ്രസിഡന്റുമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പോണ്ടിച്ചേരിയിലെ ലഫ്റ്റനന്റ് ഗവർണറുമായിട്ടുണ്ട്. 2002, ഒരുപാട് കാലം മുമ്പൊന്നും അല്ല കേട്ടോ, 22 വർഷം മുമ്പ്, 20-22 വർഷം മുമ്പ്, 2002 അദ്ദേഹത്തിന്റെ പുസ്തകം ഇന്ത്യ ഫസ്റ്റ്, അദ്ദേഹം ടിപ്പു സുൽത്താന് വേണ്ടി ഒരു എൻറ്റയർ എസ്സേ മാറ്റി വെച്ചിരിക്കുന്നു. അതിന്റെ ബാനർ അതിന്റെ ഹെഡിങ്, ബാനർ, തലക്കെട്ട് എന്താണെന്നും കൂടി അറിയണം. ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ. എന്നിട്ട് അദ്ദേഹം എഴുതുന്നു, ആധുനിക ഭാരതത്തിന്, സ്വതന്ത്ര ഭാരതത്തിന് ടിപ്പു സുൽത്താനെ സല്യൂട്ട് ചെയ്യാൻ മാത്രമേ കഴിയൂ. ശരി, ഇനി അദ്ദേഹത്തിന് ഓരോരോ വാക്കുകളായിട്ട് ടിപ്പു സുൽത്താനെ കുറിച്ച് ഓരോരോ വാക്കുകൾ പറയുന്ന, ഒരു വരി പോലും രാഹുൽ ഈശ്വറിന്റെ അല്ല, പറയുന്നത് എല്ലാം KR മൽക്കാനിയുടെയാണ്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് കാണുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട് തെറ്റിദ്ധരിച്ചു പോകുന്ന പാവപ്പെട്ട RSSലെ സംഘ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നമ്മുടെ വലതുപക്ഷത്ത് നിൽക്കുന്നവരെയും ഈ തെറ്റ് പറഞ്ഞ് തിരുത്തി നമുക്ക് മുഖ്യപാതയിലേക്ക്, ഗാന്ധിയൻ പാതയിലേക്ക് കൊണ്ടുവരണം. ടിപ്പു സുൽത്താനെ കുറിച്ച് KR മൽക്കാനി എഴുതുന്നു, ദ മോർ ഐ റീഡ് അബൌട്ട് ടിപ്പു ദ മോർ ഐ ആം ഇംപ്രസ്ഡ് വിത്ത് ഹിസ് റിച്ച് പേഴ്സണാലിറ്റി. ടിപ്പുവിനെ കുറിച്ച് കൂടുതൽ വായിക്കുമ്പോൾ ടിപ്പുവിന്റെ വ്യക്തിത്വത്തോട് എനിക്ക് കൂടുതൽ ഇംപ്രഷൻ ഉണ്ടാകുന്നു, ആദരവുണ്ടാകുന്നു. എന്നിട്ട് പറയുന്നു, ടിപ്പു ബ്രിട്ടീഷുകാരോട് പോരാടുക മാത്രമല്ല, അദ്ദേഹത്തിൽ സൽഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹം ഏറ്റവും ശക്തമായ രീതി ശ്രമിച്ചു. ഫോഴ്സ്ഡ് ലേബർ, ടോർച്ചർ ഓഫ് സസ്പെക്ട്സ്, അല്ലെങ്കിൽ ആൾക്കാരെ പീഡിപ്പിക്കുന്നത്, ഫോഴ്സ് ലേബർ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം നിർത്തലാക്കി. പ്രൊഹിബിഷൻ, മദ്യമടക്കമുള്ള കാര്യങ്ങൾക്ക് പ്രൊഹിബിഷൻ കൊണ്ടുവന്നു. എല്ലാ 4 മൈലിലും അദ്ദേഹം ഒരു സ്കൂൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്തു. വെയ്റ്റ്സും മെഷറും പലതും കറക്റ്റ് ചെയ്തത്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വെയ്റ്റ്സും മെഷറും ഉണ്ടല്ലോ, അത് കറക്റ്റ് ചെയ്തത് ടിപ്പുവിന്റെ കാലത്താണ്. എന്നിട്ട് മൽക്കാനി പറയുകയാണ്, ടിപ്പു ഒരു മോഡൽ റൂൾ ഫോർ എൻവയോൺമെന്റലിസ്റ്റുകൾ കൂടിയാണ്, പരിസ്ഥിതിവാദികൾക്ക് ഒരു നല്ല മാതൃകയാണ് ടിപ്പു. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. മൽക്കാനി തുടങ്ങുന്നത് തിരുവിതാംകൂർ, നമ്മുടെ കേരളത്തിലെ പഴയ തിരുവിതാംകൂർ അടക്കം ആക്രമിച്ചതിൽ ടിപ്പുവിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇല്ലെന്നാരും പറയുന്നില്ല. പക്ഷേ മൽക്കാനി ആരോടാ കമ്പയർ ചെയ്യുന്നതെന്ന് അറിയാം? മൽക്കാനി കമ്പയർ ചെയ്യുന്നത് സാക്ഷാൽ അശോക ചക്രവർത്തിയോടാണ്. അശോകനും തെറ്റുകൾ പറ്റിയിട്ടില്ലേ? രാജ്യത്തിന്റെ ഭാരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ രാജാക്കന്മാർ പലപ്പോഴും തെറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർ സന്യാസിമാരല്ലല്ലോ. പക്ഷെ അവരുടെ തെറ്റുകൾ കൊണ്ടല്ല, അവരുടെ ശരികൾ കൊണ്ടാണ് അവരെ അളക്കേണ്ടത്. ടിപ്പുവിന് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പോളിസി ഉണ്ടായിരുന്നു. എന്നിട്ട് ശരി, ടിപ്പു പറയുന്നത്, ടിപ്പുവിനാണ് ഒരു വൈഡ് ഔട്ട്ലുക്ക്, ഇതൊക്കെ മൽക്കാനിയുടെ വാക്കുകളാണ്, വൈഡ് ഔട്ട്ലുക്ക് പലപ്പോഴും ഉണ്ടായിരുന്നത്. തങ്ങളുടെ കൊച്ചു നാട്ടുരാജ്യങ്ങൾക്കപ്പുറം പല പ്രിൻസസും ചിന്തിക്കാതിരുന്നപ്പോൾ ഇന്ത്യ എന്ന ആശയം, കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ടിപ്പുവാണ്, ടിപ്പു മാത്രമാണ്. ടിപ്പു ആ കാലത്ത് പോലും നെപ്പോളിയനുമായിട്ടടക്കം കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അദ്ദേഹം വായിച്ചിരുന്നു. അമേരിക്കൻ ഇൻഡിപെൻഡൻസിനെ 108 ഗൺ സല്യൂട്ടുമായിട്ടാണ് ടിപ്പു അഭിവാദ്യം ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ. അതാണ് ടിപ്പു സുൽത്താൻ. മൽക്കാനി എഴുതുന്നു. എന്നിട്ട് ഒരുപാട് ഇതുപോലെ വാക്കുകളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന രസകരമായ ഒരു വാക്കുണ്ട്. അതായത്, ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ താന്നു കൊടുത്താലോ, ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അപമാനം സഹിച്ച് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ബലികഴി വെച്ചാലോ ടിപ്പുവിന് രാജാവായി തുടരാമായിരുന്നു. പക്ഷേ ആത്മാഭിമാനിയും രാജ്യസ്നേഹിയുമായ ടിപ്പു സുൽത്താൻ തന്റെ ആത്മാഭിമാനവും രാജ്യസ്നേഹവും പണയം വെക്കാൻ തയ്യാറായില്ല. ടിപ്പു മതസൗഹാർദ്ദവാദിയായ ഒരു വ്യക്തിയെ ഒരുപാട് അമ്പലങ്ങളടക്കം ടിപ്പു പുതുക്കിപ്പടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും മൽക്കാനി കൊടുക്കുന്നുണ്ട്. പക്ഷേ ടിപ്പുവിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഭരണാധികാരികൾക്ക് തെറ്റുകൾ പറ്റാറുണ്ട്.
പക്ഷേ അശോകനെയോ ടിപ്പുവിനെയോ ശിവാജിയോ ഒന്നും നമ്മൾ അവരുടെ തെറ്റുകൾ കൊണ്ടല്ല, ശരികൾ കൊണ്ടാണ് ഓർക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ടിപ്പു സുൽത്താനും നമ്മുടെ ഝാൻസി റാണിയും ഒരേ പേജിൽ വരുന്നുണ്ട്. ഝാൻസി റാണിയും നമ്മുടെ ലെഗസിയാണ്, ടിപ്പുവും നമ്മുടെ ലെഗസിയാണ്. ടിപ്പുവിനോടുള്ള വിരോധം പലരും പറയുന്നത് ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരോധം കാരണമാണ്, അല്ലാതെ ഹിന്ദു സ്നേഹം കൊണ്ടോ അമ്പലങ്ങളുടെ പ്രശ്നമൊന്നും ഉള്ളതുകൊണ്ടല്ല. പകരം എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേര് ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാവുന്ന ചിന്തയാണ്. ടിപ്പുവിനെ വണങ്ങിക്കൊണ്ട് RSSന്റെ മൽക്കാനിയും അദ്ദേഹത്തിന്റെ ഗുരു അല്ലെങ്കിൽ മൽക്കാനിയെ ഗുരുതുല്യനായി കാണുന്ന LK അദ്വാനിയാണ് ഇതിന് ഫോർവേഡ് എഴുതിയിരിക്കുന്നത്. അവരെയും പ്രണമിച്ചുകൊണ്ട് ഓരോ രാജ്യസ്നേഹിയുടെയും രോമാഞ്ചമാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനോടൊപ്പം ഝാൻസി റാണിയും നമ്മുടെ രോമാഞ്ചമാണ്, ശിവാജി മഹാരാജും നമ്മുടെ രോമാഞ്ചമാണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഈ രാജ്യത്ത് പോരാടിയ എല്ലാവരുടെയും ലെഗസിയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ആ ആഘോഷത്തിൽ ടിപ്പു സുൽത്താനെയും ഝാൻസി റാണിയെയും ശിവാജിയെയും ഒക്കെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ. അതാണ് ഇന്ത്യൻനെസ്, അതാണ് ഭാരതീയത, അതാണ് നമ്മുടെ സംസ്കാരം. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമസ്കാരം.